ഹായ് ഓൾ, വെൽക്കം ടു ലേൺവൈസിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വരുന്ന ജൂൺ 2026 ടേമിന്റെ എക്സാമിനേഷൻ എഴുതാനിരിക്കുന്ന, എന്നാൽ പല കാരണങ്ങളാൽ ഒരുപക്ഷെ അസൈൻമെന്റ്സ് പറഞ്ഞ ഏപ്രിൽ 30 സബ്മിറ്റ് ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ള ലേണേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കുള്ള ഒരു വളരെ ഹാപ്പി ന്യൂസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇഗ്നോ ഒഫീഷ്യലി മെയ് 31 വരെയായിട്ട് നീട്ടിയിട്ടുണ്ട്. വളരെ റീസെന്റ് ആയി വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ്. ആൻഡ് ഇത് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള എല്ലാ ലേണേഴ്സിനും ഒരുപോലെ അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യവുമാണ്. എന്നാൽ അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോ ഒട്ടും സമയം കളയാൻ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ലേൺവൈസ് യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക, ബെല്ലൈക്കൺ അമർത്തുക. സെഷൻ ഇഷ്ടമായി കഴിഞ്ഞാൽ, ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മടിക്കാതിരിക്കുക. ഇഗ്നോ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവിധ അപ്ഡേറ്റ്സും സമയാസമയം ലഭിക്കുന്നതിനായിട്ട് ഒരിക്കൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇനി ഒട്ടും സമയം കളയാൻ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആദ്യമേ തന്നെ ഇഗ്നോന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് പോകേണ്ടത്. അവിടെ അനൗൺസ്മെന്റ് സെക്ഷനിലാണ് ഈ പറഞ്ഞിരിക്കുന്ന നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. സോ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോവുക. അവിടെ അനൗൺസ്മെന്റ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും. സോ ഈ കാണുന്നതാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, അസൈൻമെന്റ് സബ്മിഷന്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വരുന്നത് മെയ് 31 ആണ്. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതും ODL പ്രോഗ്രാമുകൾക്ക്, ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാമുകൾക്കും അതുപോലെ തന്നെ ഓൺലൈൻ ആയിട്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നവർക്കും ഒരേപോലെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് മെയ് 31 ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കാണിക്കുന്നത്. നമ്മൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാനാവും ഇത് വളരെ ലേറ്റസ്റ്റ് ആയി വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ്. അപ്പൊ മുമ്പ് പറഞ്ഞിരുന്ന ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ 30 ആയിരുന്നു. അതിനുശേഷം ഒരു 15th വരെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഓർഡർ വന്നിരുന്നു. പിന്നീടാണ് 31 വരെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടുള്ള ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ പല സ്റ്റഡി സെന്റേഴ്സിനെ സംബന്ധിച്ചും ഇപ്പം നിലവിൽ 1-2 സ്റ്റഡി സെന്റേഴ്സ് എങ്കിലും ഈ ഒരു കാര്യത്തിൽ മെയ് 31 എന്നതിനേക്കാളും മെയ് 11 അല്ലെ 15 ഒക്കെ തന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം എന്ന് പറയുന്ന കേസുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മളുടെ സ്റ്റഡി സെന്റർ, കൺസേൺ സ്റ്റഡി സെന്ററിൽ കണക്ട് ചെയ്തിട്ട് ലാസ്റ്റ് ഡേറ്റ് കൺഫേം ചെയ്യുക എന്നുള്ളതാണ്. ബിക്കോസ് അവരൊരു പെർട്ടിക്കുലർ ഡേയിൽ വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡേയിൽ തന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒഫീഷ്യലി മെയ് 31 വരെ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മളുടെ സ്റ്റഡി സെന്ററിൽ കയറി അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റഡി സെന്ററിൽ കോൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ കണക്ട് ചെയ്തിട്ടോ ഇതിന്റെ എക്സാക്ട് ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ്, ആ സ്റ്റഡി സെന്ററിൽ എപ്പോഴാണ് അസൈൻമെന്റ് വെക്കേണ്ടത് എന്നതിനെ പറ്റിയുള്ള ഒരു ക്ലാരിറ്റി നമ്മൾ ഓരോരുത്തരും കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം സ്റ്റഡി സെന്റേഴ്സ് പറയുന്ന ഒരു ഡേറ്റിനുള്ളിൽ തന്നെ അസൈൻമെന്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം അത് അവർ പരിഗണിക്കുന്നതായിരിക്കില്ല. സോ എല്ലാവരും തന്നെ ഒരുവിധം മെയ് 31 തന്നെയാണ് സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷെ എന്നിരുന്നാലും നമ്മളുടെ ഭാഗത്തുനിന്ന് നമ്മളുടെ സ്റ്റഡി സെന്ററിൽ കണക്ട് ചെയ്തിട്ട് അസൈൻമെന്റ് സബ്മിഷന്റെ ലാസ്റ്റ് ഡേറ്റ് പ്രത്യേകം അന്വേഷിക്കുക. ആ ഒരു പറയുന്ന ലാസ്റ്റ് ഡേറ്റിനുള്ളിൽ തന്നെ നമ്മളത് സബ്മിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോ അതല്ലാതെ ബാക്കി നമ്മൾക്ക് ഇപ്പൊ ഇഗ്നോന്റെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരം ഒരു 3 വീക്സ് അല്ലെങ്കിൽ ഒരു 4 വീക്സോളം തന്നെ സമയം നമ്മളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും ഒക്കെ തന്നെ അസൈൻമെന്റ് എഴുതി തീർക്കാൻ പറ്റില്ല എന്ന് കരുതി പരീക്ഷ എഴുതാതെ പോകുന്നവർ, അല്ലെ പഠിക്കാൻ സമയമില്ല എന്ന് കരുതിയൊക്കെ തന്നെ പരീക്ഷ എഴുതുന്നില്ല എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിർബന്ധമായിട്ടും പരീക്ഷ അപ്പിയർ ചെയ്യണം. ഇനിയും പഠിക്കാൻ സമയമുണ്ട്, അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ സമയമുണ്ട്. അതുകൊണ്ട് ഈ ഒരു പരീക്ഷ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ ഓൾറെഡി. ഇനി എന്ത് കാരണത്താലും എഴുതാതെ പോകുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട്. സോ ആ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കോളൂ. അസൈൻമെന്റ്സും പൂർത്തിയാക്കാനുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ എഴുതി തുടങ്ങുക. ഇതുപോലത്തെ മറ്റ് യൂസ്ഫുൾ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.